ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മീൻ പിടുത്തമാണ് നിങ്ങളെ മുമ്പേ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ മൂവേലിക്കര ചിറ്റാറിനാണ് ഞങ്ങളുടെ മീൻ പിടിക്കാൻ വേണ്ടിയുള്ള യാത്ര ഇന്ന് തിരിച്ചിട്ടുള്ള. അപ്പോൾ നിങ്ങളുടെ അപ്പോൾ എന്താ പറയുക, നമുക്കിന്ന് മീനുമായിട്ട് ഇന്ന് തിരിച്ചു വരാം. ഓക്കെ, ബാക്കി മീനായിട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇന്നത്തെ മീൻ പിടുത്തം ചൂണ്ട ഇട്ടിട്ടുണ്ട്. ഹായ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചൂണ്ടയിടാനാണ്. നമ്മുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. ചൂണ്ട ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ദൈവമായിട്ട് ഞങ്ങൾക്കൊരു ഇന്നൊരു ബ്രാല് കിട്ടി. ഞങ്ങള് എന്താ പറയാ, ഇവിടെ ഇപ്പൊ സമയം ഇപ്പൊ ഏകദേശം 1 മണിയോളം ആയി. അപ്പൊ ഞങ്ങൾക്ക് ഇടെല്ലാം സാധനത്തിനെ കിട്ടി, കണ്ടല്ല. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യും, അടിച്ച് പൊളിക്കണേ. നാളെ തന്നെ പറക്കും. ഇന്നത്തെ മീൻ പിടുത്തം കണ്ടല്ല സാധനം. ആശം ചത്തിട്ടില്ല, നല്ല സെറ്റായിട്ട് കിടക്കാനാണ്. ഉണ്ടാകും പ്ലാൻ വേണ്ട, ഒന്ന് പുളഞ്ഞ് കാണിച്ചു പറഞ്ഞ കൊണ്ട് ഉപ്പു കണ്ട ചത്തിട്ടില്ല. ഇത് നിങ്ങളെ നാട്ടിൻപുറത്ത് എന്തെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് നെടുമീൻ എന്നാണ് പറഞ്ഞത്. നെടുമീൻ അങ്ങോട്ടൊക്കെ ഇതിന് മനഞ്ഞില്ലെന്ന് പറയും. മനഞ്ഞില് മനഞ്ഞില്ല. എന്താവട്ടെ, ഉണ്ടല്ലോ സാധനം കണ്ടല്ലോ, സൈസ് കേട് ഉണ്ടാ 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 വേണ്ട. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ആണ്. അല്ല, പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ട് വെള്ളത്തിൽ കിടക്കണം. കണ്ടല്ലോ ഐറ്റം മീനുകള്. ഇത് പരാലാണ്, നമ്മളവിടുത്തെ ബ്രാല് കണ്ട മീൻ സൈസ് കണ്ട. ഇന്നത്തെ നമ്മളെ ആറ്റിലെ സമ്പാദ്യം ഇതൊക്കെയാണ്. അപ്പം ഇനിയും വീഡിയോയിൽ തുടരുക. ഇതിലെ മീൻപിടുത്തത്തിന്റെ വീഡിയോകളൊക്കെ ഞങ്ങൾ കാണിച്ചു തരും. പിന്നെ ഇത് ലൈവ് ഇടാൻ പറ്റിയില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആറ്റിന്റെ കരയിൽ ആറാണ്, കാടാണ്. അവിടെ ഇത് ചത്തിട്ടില്ല, ഇതൊക്കെ ഉടയ്ക്കുന്നുണ്ട്. അപ്പൊ ആറാണ്, അവിടെ നിന്നുകൊണ്ട് ഇത് ലൈവ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പാറപ്പുറത്ത് നിങ്ങൾക്കൊക്കെ അറിയല്ല. എന്റെ കൈ കടക്കുന്നു. നമ്മളിന്ന് അറിയാല വീഡിയോ. ഈ മീന് നമ്മളിന്ന് ഉടിച്ച് ഫ്രൈ ആക്കാൻ പോകുന്നത്. കൊച്ചു പിള്ളേരെ ഉടുപ്പ് ഊരും പോലെയാണ് ഈ സാധനത്തിന്റെ ഊരുന്നത്. തൂങ്ങിക്കിടന്ന കണ്ടാ മച്ചാനെ നെടുമീനിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ അടുത്ത് നമ്മൾ പോകുന്നത് ഓപ്പറേഷൻ ഡി. ഇതൊക്കെ പിള്ളേർക്ക് പൊരിച്ചു കൊടുക്കണം. ഈ സാധനം ഉരുക്കി പൊടി പിള്ളേർക്ക് ചോറ് കഴിക്കാൻ നേരത്തെ നെയ്യ് നമ്മൾ ചോറ് കൂടെ ഒഴിക്കുമല്ലോ, അതേപോലത്തെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഉണങ്ങിയ പിള്ളേരും അത്യാവശ്യം വണ്ണമൊക്കെ വെക്കും. നമ്മൾ വേറെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഇല്ലാത്ത മരുന്നും ഗുളിയൊന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നല്ല ആയുർവേദ ഐറ്റം മരുന്നുകളാണ്. പക്ഷെ നിങ്ങൾ പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഒരുപാട് കുറച്ച് പേർക്ക് ഇത് അറിയാം, കുറച്ച് പേർക്ക് അറിഞ്ഞൂടാ. അത്രയും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെയർ എന്നല്ല കിട്ടിയത്. ചെയറും കൂടെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ സാധനം ചെയർ, ഇതിന്റെ പേര് ചെയറാണ്. ഇതിന് നമ്മളൊന്ന് ക്ലിയർ ആക്കുന്നത്. നമ്മളിൽ മറ്റേ വലിയ പണക്കാരൊക്കെ വെക്കുമ്പോഴത്തെ മറ്റേ മീൻ ചെതുമ്പിൽ ചില്ല സാധനങ്ങളൊന്നുമില്ല. നമ്മള് പാവങ്ങളാണ്. അതുകൊണ്ടാണ് പിച്ചാത്തിയൊക്കെ വെച്ച് ചെയ്യുന്നത്. അടുത്ത് കട്ട് ചെയ്യാൻ നെടുമീന്റെ തല ഉണ്ടാക്കി ഏറ്റവും പാമ്പിന്റെ തല വല്ലിരിക്കും. തല കളയത്തില്ല, നമ്മൾ അടുത്ത് ക്ലീൻ ചെയ്തെടുക്കും. തല മാത്രമേ ഉള്ളൂ. ബാക്കിയതാ എന്ത് ജിലേബി മാതിരിയാണ് ഇങ്ങനെ. അലുവ കോഴിക്കോട് അലുവ, തിരുനെല്ലിയില് ജിലേബി കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഉപ്പൊക്കെ ഇടണം. ഉപ്പ് ഇട്ട് കണ്ടല്ല, ഉപ്പൊക്കെ ഇട്ട് എന്താ ഇപ്പൊ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഞവടക്ക. അപ്പൊ എന്താ വെച്ചാ എന്താ അറിയാ, ചില മഞ്ഞപ്പൊടി. അപ്പൊ നമ്മള് ഉപ്പിടാനാണ്. ഉപ്പൊക്കെ ഇട്ട് എന്തിനു ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. നല്ല രീതിയിലൊന്ന് വേറെ വേണം. ഇപ്പുറത്ത് മീനും ഇപ്പുറത്ത് കപ്പയും ബെസ്റ്റ്. മച്ചാമാരെ, നിങ്ങള് ഒരു കഷ്ണം മരിച്ചിനി ഈ ഒരു കഷ്ണം നെടുമീനിന്റെ ഒരു പീസും കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്ത് ഉപ്പ് എരിവും പുളിയൊക്കെ ഉണ്ടാന്ന്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് തന്നില്ലെന്ന് ഇനി പരാതി പറയരുത്. അപ്പൊ നമ്മള് കഴിക്കാനല്ല, ഇതാ കണ്ടല്ലോ, നമ്മള് തുടങ്ങേണ്ടതാണ്. മച്ചാനെ തുടങ്ങാം. ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ഇത്
മൂവേരിക്കര ആറ്റിലെ മീന് ഞങ്ങൾ കപ്പയായിട്ട് കഴിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയില് ഓൾ ദി ബെസ്റ്റ്.